സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about the production of metals. Production of metals പറഞ്ഞ ലെസൺ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല എന്തൊക്കെ നമ്മൾ പറഞ്ഞു, വാട്ട് ഈസ് ഓർ എന്ന് പറഞ്ഞു, വാട്ട് ഈസ് എ മിനറൽ, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യൂ കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പം നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു നോക്കുക. നമ്മൾ എന്ത് പറഞ്ഞു, വാട്ട് ഈസ് എ മിനറൽ, വാട്ട് ഈസ് എൻ ഓർ, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർ ഓഫ് സർട്ടൻ മെറ്റൽ. ചില മെറ്റൽസിൻ്റെ നമ്മൾ ഓറുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ദർ ആർ ഡിഫറെൻറ്റ് ടെക്നിക്സ് ബൈ വിച്ച് വി ഹാവ് ടു ഒപ്റ്റെയിൻ എ പ്യുവർ മെറ്റൽ. നമുക്ക് എർത്തിൻ്റെ സർഫേസിൽ നിന്നാണ് മെറ്റലിനെ കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പം മെറ്റൽ ഡയറക്റ്റ്ലി കിട്ടത്തില്ല, നമുക്ക് ആദ്യം എന്ത് കിട്ടും, ഓറ് കിട്ടും. ആ ഓറിനെ നമ്മൾ എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ വാസ് ദ ഫസ്റ്റ് ടെക്നിക്ക്. എന്തായിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ? കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ നമുക്കറിയാം, നമുക്ക് എർത്തിൽ നിന്ന് കിട്ടുന്ന ഓർസ് എല്ലാം എർത്തി ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ റിമൂവ് ചെയ്യുന്ന ടെക്നിക്കാണ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്, ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. കുറേ ഉണ്ട്, നമ്മൾ അതിൽ കുറച്ചെണ്ണേ പഠിച്ചിട്ടുള്ളൂ. ഹൈഡ്രോളിറ്റിക് വാഷിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, ഫ്രോത്ത്, ഫ്ലോട്ടേഷൻ, ലീച്ചിങ്, അത് നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇനി കോൺസെൻട്രേറ്റ് ചെയ്ത ഓറ് നമ്മുടെ കയ്യിൽ കിട്ടി, ഇനി അതിന് ഇനിയും ടെക്നിക്സ് ഉണ്ട് അല്ലേ. മെറ്റലർജി, അതായത് നമ്മൾ മെറ്റലർജി അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഇൻവോൾവ് ലാർജ് നമ്പർ ഓഫ് പ്രോസസ്, കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, ഇപ്പം നമ്മുടെ കയ്യിൽ ഓറുണ്ട് അല്ലേ. എല്ലാ എലിമെൻസിൻ്റെ, അതായത് പല ടൈപ്പ് ഓഫ് എലിമെൻസിൻ്റെ ഓറ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇപ്പം നമ്മൾ അതിൻ്റെ ചുറ്റുള്ള ഗ്യാങ്ങിന്, അതായത് എർത്തി ഇമ്പ്യൂരിറ്റീസ് ഓർ ദ അൺവാണ്ടഡ് ഇമ്പ്യൂരിറ്റീസ് വിച്ച് ആർ പ്രസൻറ്റ് അറൗണ്ട് ദി ഓർ, അതിനൊക്കെ ഒഴിവാക്കിയല്ലോ. ഇനി അടുത്ത ടെക്നിക്ക് എന്താണ്? ഇപ്പം നമ്മൾ ആദ്യത്തെ ടെക്നിക്ക് എന്തായിരുന്നു, കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ. അതെല്ലാവരും പഠിച്ചു. ഇപ്പം എല്ലാവർക്കും കയ്യിൽ ഓറുണ്ട് അല്ലേ, എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ ഇപ്പോൾ ഓറ്. ഇനി എന്താ സെക്കൻഡ് ടെക്നിക്ക്? സെക്കൻഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the conversion of the ore into oxide. Conversion of ore into oxide. അപ്പോൾ അതെന്താല്ലേ ടെക്നിക്ക്? അതെന്താണെന്ന് വിചാരിച്ചാൽ നമുക്കറിയാം, നമുക്ക് പല ടൈപ്പ് ഓഫ് ഓർ പല ഫോമില അല്ലേ, നിങ്ങൾക്കറിയാം അല്ലേ. സിങ്കിന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, സിങ്ക് സൾഫൈഡ് ഓർസ് ഉണ്ട്. അയേൺ നിങ്ങൾ കണ്ടിട്ടുണ്ട്, Fe3O4 ഉണ്ട്, Fe2O3 ഉണ്ട്. പിന്നെ സിങ്കിന് തന്നെ സിങ്ക് കാർബണേറ്റ് ഓർസ് ഉണ്ട്, കണ്ടോ. അപ്പോൾ പല എലിമെൻസിന് പല ടൈപ്പ് ഓഫ് കാർബണേറ്റ് ഫോമിലുണ്ട്, സൾഫേറ്റ് ഫോമിലുണ്ട്, ഓക്സൈഡ് ഫോമിലുണ്ട്. അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുക, നമ്മൾ ഈ കിട്ടിയ നമ്മുടെ കയ്യിലുള്ള കോൺസെൻട്രേറ്റഡ് ഓർ, ഇപ്പം നമ്മുടെ എർത്ത് ഇമ്പ്യൂരിറ്റി, അതിനൊക്കത്തിന് നമ്മൾ കൺവേർട്ട് ചെയ്യുക ഓക്സൈഡ് ഫോമിലേക്ക്. അപ്പോൾ നിങ്ങളേക്കും വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ഫോർ ദി കൺവേർഷൻ ഓഫ് ദി ഓക്സൈഡ് ഓർ ഇൻ ടു മെറ്റൽ. അതായത് ഓക്സൈഡ് ഓറായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ മെറ്റലാക്കി വേഗം കിട്ടാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നെക്സ്റ്റ് കോൺസെൻട്രേഷൻ കഴിഞ്ഞ സെക്കൻഡ് വൺ ഇസ് ദി കൺവേർഷൻ ഓഫ് ദി ഓർ ഇൻ ടു ഓക്സൈഡ്. കയ്യിൽ കിട്ടിയിരിക്കുന്ന ഏത് ഓറായിക്കോട്ടെ, ഓക്സൈഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല, അതിനെ മാറ്റേണ്ട. ബട്ട് അതർ ഓർസ്, അതായത് സൾഫൈഡോ കാർബണേറ്റോ ഹൈഡ്രോക്സൈഡ് ഫോമിൽ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഓർസ് ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ജസ്റ്റ് കൺവേർട്ട് ദം ഇൻ ടു ഓക്സൈഡ് ഫോം. ദാറ്റ് ഇസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ വെറുതെ അവരങ്ങ് എടുത്തുകൊണ്ട് എനിക്ക് ഓക്സൈഡ് ആക്കാൻ പറ്റും? നോ, ഇറ്റ് ഇൻവോൾവ്സ് ടു പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ് two process, that is the conversion of concentrated ore into oxide. What is that? That is the ore which is concentrated is converted into oxide form. How we are converting? It is carried out by two processes. രണ്ട് മെത്തേഡ് വഴിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് ഓറിനെ നമ്മൾ ഓക്സൈഡിലേക്ക് മാറ്റുന്നത്. ഒന്നിനെ നമ്മൾ കാൽസിനേഷൻ എന്നും പറയും. സെക്കൻഡ് ടെക്നിക്ക് ഇസ് നോൺ ആസ് റോസ്റ്റിംഗ്. എന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. ഞാൻ പഠിക്കുന്ന കാലം മുതൽ ഇപ്പോഴും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് കാൽസിനേഷൻ, വാട്ട് ഈസ് റോസ്റ്റിംഗ്. പക്ഷെ നമുക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവും. എപ്പോഴും നമ്മൾ കാൽസിനേഷൻ എന്തായിരുന്നു, റോസ്റ്റിംഗ്. അപ്പോൾ നമ്മളത് കറക്റ്റാക്കിയിട്ട് പറഞ്ഞുതരും. അപ്പോൾ എന്താ, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഓറ് കിട്ടി, ഇനി അതിനെ എനിക്ക് ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റണം. കാൽസിനേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ്. എല്ലാവരും ശ്രദ്ധിക്കണം, പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ ഓർ in the absence of air and a temperature below its melting point. എന്താ മനസ്സിലായോ? കാൽസിനേഷൻ ഇസ് ദ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യാൻ നമ്മളെ ആരെ,
കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ, എയർ ഒന്നും ഇല്ലാതെ നല്ല ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുക ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ആ വേർഡ് പറയണം, ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മൾ കൊടുക്കുന്ന ചൂട് കൊണ്ട് ആ മെറ്റൽ ഉരുകിപ്പോയാൽ പിന്നെ കാര്യം നടക്കില്ല, അത് മെൽറ്റായി പോയത്. സോ വാട്ട് ഈസ് മീൻ ബൈ കാൽസിനേഷൻ? കാൽസിനേഷൻ ഇസ് ദ ഹീറ്റിംഗ് ഓഫ് concentrated ore in the absence of air below its melting point. So അപ്പോൾ കാൽസിനേഷൻ ചെയ്യണ സമയത്ത് യൂഷ്വലി ദിസ് ഇസ് ക്യാരിഡ് ഔട്ട് ഫോർ ദി കാർബണേറ്റ്സ്, പിന്നെ ഹൈഡ്രോക്സൈഡ് ഫോംസിലുള്ള അവരൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, യൂഷ്വലി കാൽസിനേഷനിൽ നടക്കുന്നത്. അപ്പോൾ അവരെ കാർബണേറ്റ്സ് ഒക്കെ എന്തായി, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആയിട്ട് പോയിട്ട് വി വിൽ ഗെറ്റ് ദി മെറ്റൽ. നമുക്ക് എന്തായി കിട്ടും, നമുക്കത് കൺവേർട്ട് ചെയ്തിട്ട് ഓക്സൈഡ് ഫോമിലേക്ക് കിട്ടും. അപ്പോൾ കാൽസിനേഷൻ എന്താ? കാൽസിനേഷൻ ഇസ് ദ ഹീറ്റിംഗ് ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. യൂഷ്വലി ദിസ് ഇസ് ക്യാരിഡ് ഔട്ട് ഫോർ കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്. ദേ വിൽ ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു ഓക്സൈഡ് ഫോം. കിട്ടിയല്ലോ, കാർബണേറ്റ് ഹൈഡ്രേറ്റ്സ് പോലെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഓക്സൈഡ് ഫോമിൽ കിട്ടി. ഇനിയുണ്ടല്ലോ സൾഫൈഡ്സ് പോലത്തെ, അതായത് സിങ്ക് സൾഫൈഡ്, പിന്നെ അയൺ സൾഫൈഡ്, അങ്ങനെ കുറേ സൾഫൈഡ് കോമ്പൗണ്ട്സ്. ഇനി അവരെന്താ ചെയ്യുക, അവരെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. റോസ്റ്റിംഗ് അത് നമ്മൾ കേൾക്കണം, നമ്മൾ കോമൺ ആയിട്ട് കേൾക്കണ ഒരു വേർഡാണ് അല്ലേ. നമ്മൾ തന്നെ പറയില്ലേ ഫിഷ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കോളിഫ്ലവർ റോസ്റ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പല ടൈപ്പ് ഓഫ് റോസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ ഈ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേം നമുക്ക് ഇവിടുന്ന് റിലേറ്റ് ചെയ്യാം. റോസ്റ്റിംഗ് ഇസ് ദ ഹീറ്റിംഗ് ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ എക്സസ് ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അതും വേണം, മെൽറ്റ് ചെയ്ത് പോയത്. സോ roasting is the heating of concentrated ore in the excess of air below its melting point. It is usually carried out for ores of sulfide പോലുള്ള ഓർസിനാണ് യൂസ് ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യും, സൾഫൈഡ് പോലുള്ള ഓർസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ആയിട്ട് സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് ലിബറേറ്റ് ചെയ്ത് പോകും. അവർ വേപ്പറായി പോയിക്കോളും. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സൈഡ് ഫോമിലുള്ള മെറ്റൽ കിട്ടും. അപ്പം സിങ്ക് സൾഫൈഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു സിങ്ക് ഓക്സൈഡ്, സിങ്കിൻ്റെ ഓക്സൈഡ്. അപ്പം നമുക്ക് ഏതാണെങ്കിലും ഏത് കോൺസെൻട്രേറ്റഡ് ഓറിന് എല്ലാത്തിനും നമ്മളിപ്പോൾ എന്താക്കി മാറ്റി, ആ മെറ്റലിൻ്റെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റി. കാര്യം മനസ്സിലായോ? ഇപ്പോൾ ഇനി ക്വസ്റ്റ്യൻ വരും, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. അപ്പം നമുക്കറിയാം ഒന്ന് എക്സസ് ഓഫ് എയർ ആണ്, ഒന്ന് ആബ്സെൻസ് ഓഫ് എയർ ആണ്, ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. പക്ഷേ ഏതാണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ എക്സാം ടൈമിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനാണ് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞത് നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞ ഫിഷ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് ഒക്കെ ചെയ്യും. അത് നമ്മളെങ്ങനെയാണ്, നമ്മൾ അടച്ച് വെച്ചിട്ട് ഓക്സിജൻ ഒന്നും ഇല്ലാതെ അല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുക, വിത്ത് ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ അല്ലേ. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ റോസ്റ്റിംഗ് ഇത് ടെക്നിക്ക് അതല്ല, ഞാൻ നമ്മുടെ എളുപ്പത്തിന് നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഓർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരാണ്. ദാറ്റ് ഈസ് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ ദ എക്സസ് ഓഫ് എയർ, ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. അപ്പം നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഓക്സിജൻ ഒന്നും ഇല്ലാതെ അല്ലല്ലോ ചെയ്യണത്. വി ആർ ഡൂയിങ് ദ റോസ്റ്റിംഗ് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ. അത് തന്നെയാണ് ഇവിടെ. സോ വാട്ട് ഈസ് മീൻ ബൈ കാൽസിനേഷൻ? കാൽസിനേഷൻ ഇസ് ദി കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ടു ഓക്സൈഡ് ഫോം. ഇൻ ദിസ് ടെക്നിക് ദ ഓർ ഇസ് ഹീറ്റഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് കാൽസിനേഷൻ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ below its melting point. It is usually carried out for CC എന്ന് ആലോചിച്ചാൽ മതി, കാർബണേറ്റിനെ പോലെ തന്നെയുള്ള ഒരാളാണ് ഹൈഡ്രോക്സൈഡ്. അപ്പോൾ കാൽസിനേഷൻ കാർബണേറ്റ്സിനും ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ഓർസിനെയാണ് അതിനെന്താക്കി മാറ്റുകയാണ്, നമ്മൾ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റുകയാണ്. റോസ്റ്റിംഗ് എന്താ നടക്കുന്നത്, roasting is heating the concentrated ore in the presence of excess of oxygen below its melting point. It is usually carried out for the conversion of sulfide ores. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സൾഫൈഡ് ഓർസ് പോലെയുള്ള ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ റോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്താ നടക്കുന്നത്, when these sulfide ores are heated in the presence of air, it combines with the oxygen, excess of oxygen, and it get converted into sulfur dioxide, gas ആയിട്ട് പോകും, and we will get the oxide form of the concentrated ore. ക്ലിയർ ആയോ? അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും, what type of how we can convert a carbonate or zinc carbonate into their oxide form. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാം, കാർബണേറ്റ് ആണോ കാൽസിനേഷൻ. ചിലപ്പോൾ ചോദിക്കും how we can convert zinc sulfide into their oxide form. എളുപ്പമാണ്, സൾഫൈഡ് ആണോ റോസ്റ്റിംഗ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ടെക്നിക്, കൺവേർഷൻ ഓഫ് ദ ഓർ ഇൻ ടു ഓക്സൈഡ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഓക്സൈഡിനെ കിട്ടിയല്ലോ, ഇനി നമുക്ക് എന്താ, ഇപ്പം എനിക്ക് അയൺ ഓക്സൈഡോ അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, സിങ്ക് ഓക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ടെക്നിക്ക് എന്താ, ഈ ഓക്സിജൻ എനിക്ക് അങ്ങ് പോക്കണം അല്ലേ, ഓക്സിജനെ റിമൂവ് ചെയ്യണം.
ഓക്സിജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയുക, റിഡക്ഷൻ എന്ന് പറയും അല്ലേ. റിഡക്ഷൻ, ഈ റിഡക്ഷനും ഓക്സിഡേഷനും പല ഡെഫിനിഷൻസ് ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് ഓക്സിഡേഷൻ്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ എഡിഷനെ വെച്ചിട്ട് പറയാം. അപ്പം ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്നും പറയാറുണ്ട്, റിമൂവൽ ഓഫ് ഓക്സിജൻ. അപ്പം ഇനി അടുത്ത പ്രോസസ്സ് എന്തായിരിക്കും, കൺവേർഷൻ ഓഫ് ദി ഓർ ഇൻ ടു ഓക്സൈഡായി. ഇനി ഈ ഓക്സൈഡിനെ നമ്മൾ ഒഴിവാക്കണം അല്ലേ, സിങ്ക് ഓക്സൈഡോ ഏതോ ഓക്സൈഡ് ആയിക്കട്ടെ. അപ്പം നമ്മുടെ കയ്യിൽ എല്ലാം ഓക്സൈഡ് ഫോമിൽ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ഓക്സൈഡിനെ ഒഴിവാക്കണം, എന്നിട്ട് നമുക്ക് ആ മെറ്റലിനെ കിട്ടണം. അതാണ് നമ്മുടെ തേർഡ് ടെക്നിക്, ദാറ്റ് ഇസ് ദ റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് ഇൻ ടു മെറ്റൽ. ദ റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് ഓർ ഇൻ ടു മെറ്റൽ. ഇനി നമ്മൾ ആ റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡിനെ നമ്മൾ മെറ്റലാക്കി കൺവേർട്ട് ചെയ്യുക, ദാറ്റ് ഇസ് എ തേർഡ് മെത്തേഡ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് എന്താണ്, ദാറ്റ് ഇസ് ഇപ്പം നമ്മുടെ കയ്യിൽ നല്ല ഓക്സൈഡ് ഫോമിൽ ഓഫ് മെറ്റൽ ഉണ്ട്. ഇനി ആ ഓക്സൈഡിനെ ഒഴിവാക്കണം, ദാറ്റ് ഇസ് റിഡക്ഷൻ ഓഫ് ദി മെറ്റൽ ഓക്സൈഡ്. ഇപ്പം കിട്ടിയിരിക്കണ മെറ്റലിൻ്റെ ഓക്സൈഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോയിട്ട്, റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്സിജനെ ഒഴിവാക്കാൻ പോവാണ്. ഓക്സിജൻ ഒഴിവാക്കാൻ പല ടെക്നിക്സ് ഉണ്ട് കേട്ടോ. നമുക്കിനി പ്യുവർ മെറ്റലിനെ കിട്ടണം, നമുക്ക് ആ നമ്മുടെ കയ്യിലേക്ക് മെറ്റലിനെ മാത്രം കിട്ടണം. ഇപ്പം നമ്മുടെ കയ്യിൽ കോപ്പർ ഓക്സൈഡോ അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡോ ഒക്കെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഓക്സിജനൊക്കെ മാറ്റിയിട്ട് നമുക്ക് കോപ്പർ അല്ലെങ്കിൽ സിങ്കിനൊക്കെ കിട്ടണം അല്ലേ. അതാണ് നമ്മുടെ മെറ്റൽ, ഇതാണല്ലോ നമ്മുടെ എയിം, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. അപ്പോൾ ഇതിന് നമ്മൾ റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ്, അതായത് ഈ കിട്ടിയിരിക്കുന്ന ഓക്സൈഡിനെ എനിക്ക് പലതരത്തിൽ റിഡക്ഷൻ ചെയ്യാം. എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഐദർ ഐ ക്യാൻ യൂസ് കാർബൺ ഈസ് എ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. കാർബൺ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡോ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡായിട്ടൊക്കെ ലിബറേറ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ എനിക്ക് കാർബൺ മോണോക്സൈഡിനൊക്കെ യൂസ് ചെയ്യാം, ദേ ആർ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആണ്. പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഇലക്ട്രിസിറ്റി വഴിയും ഇതിനെ റെഡ്യൂസ് ചെയ്യാം. ഐ ക്യാൻ ഓൾസോ യൂസ് ഇലക്ട്രിസിറ്റി, ബട്ട് ഇലക്ട്രിസിറ്റി ഇസ് മെയിൻലി യൂസ് ഫോർ മെറ്റൽസ് വിച്ച് ആർ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനാണ് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് റിഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാറുള്ളത്. യൂഷ്വലി സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം പോലത്തെ നല്ല റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരുന്നു, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. സോ റിഡക്ഷൻ ഓഫ് ദി മെറ്റൽ ഓക്സൈഡ്, അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. റിഡക്ഷൻ ഓഫ് ദി മെറ്റൽ ഓക്സൈഡ് എന്താ, റിഡക്ഷൻ ഓഫ് ദി മെറ്റൽ ഓക്സൈഡ് മീൻ ദ കൺവേർഷൻ ഓഫ് ദി ഓക്സൈഡ് ഫോം ഓഫ് ദി മെറ്റൽ to a metal. How it is carried out? The reduction can be carried out with the help of carbon or carbon monoxide, or electricity can also be used for the reduction. Electricity is used only for metals which are highly reactive like sodium, potassium, calcium പോലെയുള്ള highly reactive ആയിട്ടുള്ള മെറ്റൽസിനാണ് നമ്മൾ റിഡക്ഷൻ യൂസ് ചെയ്യാറുള്ളത്. ക്ലിയർ ആയോ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ കയ്യിൽ ഇപ്പം എനിക്ക് മെറ്റൽ കിട്ടി. റിഡക്ഷനൊക്കെ കഴിഞ്ഞു, എൻ്റെ കയ്യിൽ മെറ്റൽ കിട്ടി. ഇനി മെറ്റൽ ഇപ്പം കിട്ടിയ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ മെറ്റൽ കിട്ടി. ഇനി ഈ കിട്ടിയിരിക്കുന്ന മെറ്റൽ ഉണ്ടല്ലോ, പ്യൂർ ഒന്നും ആയിരിക്കില്ല, അതിൽ വീണ്ടും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കും എന്തായാലേ നമുക്ക് കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് ഒരു ഗോൾഡാണോ അല്ലെങ്കിൽ ഒരു സിൽവറാണോ ഒരു അയേൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് എത്ര ടെക്നിക്സിൽ കൂടെ പോകണം അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദർ ആർ സോ മെനി ടെക്നിക്സ് അല്ലേ. ഇത്രയും ടെക്നിക്സ് കഴിഞ്ഞ ഒരു കോപ്പർ ആണെങ്കിലും ഒരു അയേൺ ആണെങ്കിലും ഒരു ടിൻ ആണെങ്കിലും ഒരു ലെഡ് ആണെങ്കിലോ ഗോൾഡ് എന്തോ ആവട്ടെ, നമ്മുടെ കൈ കിട്ടുമ്പോൾ ദീസ് വിച്ച് പ്രോസസ് ഹാവ് ക്യാരിഡ് ഔട്ട്. അത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൈ കിട്ടുന്നത്. അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ റിഡക്ഷനൊക്കെ ചെയ്ത് എൻ്റെ കയ്യിൽ മെറ്റലിൽ കിട്ടി. ഹാപ്പിയാണോ? അല്ല. എഗെയിൻ ഇറ്റ് ഈസ് ഹാവിങ് മെനി ഇമ്പ്യൂരിറ്റീസ്. അതിൽ ഇനിയും കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെ റിഫൈൻ ചെയ്യണം. ചിലപ്പോൾ നിങ്ങളോട് തന്നെ പറയില്ല, പഠിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പഠിത്തം കുറച്ചുകൂടെ റിഫൈൻഡ് ആണ്. അതായത് നമ്മൾ ക്ലിയറായിട്ട് പഠിക്കണം, അപ് ടു ദ മാർക്ക്, അതായത് നല്ല പോയിന്റ് വൈസ് പഠിക്കണം. അപ്പോൾ അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ റിഫൈനിങ് ഓഫ് മെറ്റൽസാണ്. ഇനി ഇപ്പം എനിക്കൊരു ഗോൾഡ് ഒരു ഷോപ്പിൽ പോയി ഞാൻ വാങ്ങുമ്പം ഞാൻ അതിൻ്റെ എന്താ നോക്കുക, പ്യൂരിറ്റി. അതിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയും നോ, ഇറ്റ്സ് നോട്ട് എ ഗുഡ് മെറ്റൽ അല്ലേ. നമ്മളപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കും, അയ്യോ ഈ ഗോൾഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിനാണ് പല ടെക്നിക്സിലാണ് ഇത്രയും പ്യൂരിറ്റി ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യണം, പല ടെക്നിക്സ്. അപ്പോൾ വി ഓൾ നീഡ് ദ പ്യൂർ മെറ്റൽ. അല്ലാതെ അതിൻ്റെ കൂടെ വേറെ ഇപ്പം ഗോൾഡിൻ്റെ കൂടെ വല്ല കോപ്പറൊക്കെ ഉണ്ട്, കോപ്പർ ആഡ് ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. മീൻ പ്യൂർ ഗോൾഡിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറേ അലൂമിനിയം ടിന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുമോ? ഇല്ല, അതിൻ്റെ ക്വാളിറ്റി പോകും. സോ വി നീഡ് ദ പ്യൂർ മെറ്റൽ. അപ്പം എന്താ റിഫൈനിങ് ഓഫ് മെറ്റൽ. അപ്പം നമുക്കിപ്പം ഈ ഓക്സൈഡിനെയൊക്കെ റിഡക്ഷൻ ഒക്കെ ചെയ്തിട്ട് എനിക്ക് കയ്യിൽ മെറ്റൽ കിട്ടി, ബട്ട് ദിസ് മെറ്റൽ ഈസ് ഹാവിങ് എഗെയിൻ സം മോർ ഇംപ്യൂരിറ്റീസ്. സോ റിഫൈനിങ് ഓഫ് മെറ്റൽ മീൻസ് റിമൂവിങ് ഓൾ ദി ഇംപ്യൂരിറ്റീസ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ പ്യൂർ മെറ്റൽ ഇൻ അവർ ഹാൻഡ്. നമ്മുടെ കയ്യിൽ നമുക്ക് നല്ല പ്യൂർ മെറ്റൽ കിട്ടുന്ന പ്രോസസ്സാണ് ഈ റിഫൈനിങ് ഓഫ് മെറ്റൽസ്.
റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെറുതെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ പല പെറ്റൽസിന് പല ടൈപ്പ് ഓഫ് നേച്ചറുള്ള ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പല ടെക്നിക്സ് ആയിരുന്നു യൂസ് ചെയ്ത്. ഇതേപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മെറ്റലിൻ്റെ കൂടെ പല ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് മീൻ കുറച്ചുകൂടെ ഒക്കെ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ചില ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി. അപ്പോൾ ബേസ്ഡ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ദി metal we are carrying out different methods for refining. So which are the different methods of refining? നോക്കാം. അപ്പോൾ എന്താണ് റിഫൈനിങ്? The metal oxide the metal which we get usually contain impurities of other metals or metal oxide or other non-metals. അതായത് the metal which we got after this reduction we are getting a metal. That metal may contain the impurities in the form of other metals, ചില അതർ മെറ്റൽസ് ഉണ്ടാവും, ഓർ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും അത് നോൺ മെറ്റൽസ് ഉണ്ടാവും. സോ വാട്ട് ഇസ് റിഫൈനിങ്? ദ റിമൂവൽ ഓഫ് ഓൾ ദീസ് ഇംപ്യൂരിറ്റീസ് ഫ്രം ദി മെറ്റൽ. ദ റിമൂവൽ ഓഫ് ഓൾ ദീസ് ഇംപ്യൂരിറ്റീസ് ഫ്രം ദി മെറ്റൽ ഇസ് നോൺ ആസ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അതാണ് റിഫൈനിങ്. ബേസ്ഡ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ഇംപ്യൂരിറ്റീസ് ആൻഡ് ദ നേച്ചർ ഓഫ് ദി മെറ്റൽ, റിഫൈനിങ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലിക്വേഷൻ. ആ വേർഡൊന്നും തന്നെ ക്ലിയർ ആട്ടോ, ലിക്വിഡാക്കി മാറ്റുക. അപ്പോൾ അതെന്തായിരിക്കും? ലിക്വിഡാക്കി മാറ്റുക. ആരെ? നമ്മുടെ മെറ്റൽസിനെ. എപ്പോഴാണ് മെറ്റൽ ലിക്വിഡ് ആവുക? അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ലോ ആയിരിക്കണം. പെട്ടെന്ന് ചൂടാക്കി പെട്ടെന്ന് അത് മെൽറ്റ് ആവണം. അതായത് ടിൻ ലോ മെൽറ്റിംഗ് ലിക്വിഡ് ലൈക്ക് ലെഡ് ഉണ്ട്, ടിന്നുണ്ട്. ഇതേപോലെ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സ്, അതായത് പെട്ടെന്ന് ഹീറ്റ് ചെയ്തെന്നല്ല, വെൻ ഇറ്റ് ഇസ് ഹീറ്റഡ് ഇറ്റ് ജസ്റ്റ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്. ഇവരുടെ കൂടെയുള്ള ഇംപ്യൂരിറ്റീസ് എങ്ങനെയായിരിക്കും എന്നറിയോ? ഇവരുടെ കൂടെയുള്ള ഇംപ്യൂരിറ്റീസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അതായത് പെട്ടെന്നൊന്നും അങ്ങനെ ചൂടായിട്ട് മെൽറ്റ് ആവാത്ത ലിക്വിഡ് മെറ്റൽസ് ആയിരിക്കും ഇവരുടെ കൂടെയുള്ള ഇംപ്യൂരിറ്റീസ് എങ്കിൽ നമ്മൾ ലിക്വേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ക്യാരിഡ് ഔട്ട്. യു ക്യാൻ സീ എ പിക്ചർ ഹിയർ. ഒരു സ്ലോപ്പിംഗ് സർഫേസ് കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കിട്ടിയിരിക്കുന്ന മെറ്റൽസിന് അതിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടിന്നും ലെഡും എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്തിട്ട് ലിക്വിഡായിട്ട് അത് ആ സ്ലോപ്പിംഗ് സർഫേസിലൂടെ നമുക്ക് കളക്ട് ചെയ്യാം. പെട്ടെന്ന് മെൽറ്റ് ചെയ്യാത്തവർ അവിടെ എന്തായിരിക്കും? ദേ വിൽ റിമെയിൻ ആസ് സച്ച്, അവിടെ നിൽക്കും. അപ്പോൾ പെട്ടെന്ന് ലിക്വിഡ് ആവുന്ന So over this liquation is carried out for metals whose melting point is less. So this liquation can be carried out on an inclined surface, ചരിഞ്ഞ surface. On heating, the metal with low melting point will easily flows like liquid and the other remain as there. അവിടെ റിമെയിൻ ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ മെറ്റലിനെ കിട്ടിയില്ലേ ലിക്വിഡ് ഫോമിൽ. പിന്നെ അത് നമുക്ക് കൺവേർട്ട് ചെയ്തൂടെ മെറ്റലാക്കിയിട്ട്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ടെക്നിക്, ദാറ്റ് ഇസ് ലിക്വേഷൻ ഏതിനാ ക്യാരി ഔട്ട് ചെയ്തൊക്കെ ചോദിക്കും. ലോ മെൽറ്റിംഗ് പോയിന്റിൽ ലിക്വിഡ്, എക്സാമ്പിൾ ടിൻ, ലെഡ്. ക്ലിയർ? ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിലേഷൻ. ഈ ഒരു വാക്ക് നമ്മൾ കുറേ 11th പഠിക്കാറില്ല കേട്ടോ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടെക്നിക് ഇസ് യൂഷ്വലി യൂസ് ഫോർ മെറ്റൽസ് വിച്ച് ആർ ഹാവിങ് ലോ ബോയിലിംഗ് പോയിന്റ്. അതായത് അവരെ നമുക്ക് ഈസിലി വേപ്പേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ലോ ബോയിലിംഗ് പോയിന്റ്. ഈ മെറ്റൽസിന് നമുക്കറിയാം, ഈ മെറ്റൽസ് മെയിൻലി സിങ്ക്, മെർക്കുറി ആൻഡ് കാഡ്മിയം. ഈ സിങ്ക്, മെർക്കുറി, കാഡ്മിയം പോലത്തെ ഈസിലി ബോയിൽ ചെയ്ത് അതായത് ഈസിലി വേപ്പറൈസ് ചെയ്യാൻ പറ്റുന്ന മെറ്റൽസിനെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ ചെയ്യുക. ഡിസ്റ്റിലേഷൻ ഇസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട് ഇൻ എ റിട്ടോർട്ട്. നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം. ഇതിൽ എന്താ ചെയ്യുക വെച്ചാൽ, ഇതിപ്പം സിങ്ക് ആണ് എനിക്ക് പ്യൂരിഫൈഡ്, ഐ വിൽ കീപ് ദ സിങ്ക് ഇൻസൈഡ് ദറ്റ് റിട്ടോർട്ട് ആൻഡ് ടെമ്പറേച്ചർ ഇസ് ഗിവൺ. അപ്പം എന്താ, ഈ സിങ്ക് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോയിട്ട് വേപ്പറായി പോകും. അപ്പം നമ്മൾ ആ വേപ്പേഴ്സിനെ കളക്ട് ചെയ്തിട്ട് അവരെ കണ്ടൻസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ പ്യുവർ മെറ്റൽ. പക്ഷേ അതിൻ്റെ കൂടെ അധികം എന്തായിരിക്കും? ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ആയിരിക്കും. അപ്പോൾ അവരെന്താവില്ല, അവർ വേപ്പറൊന്നും ആവില്ല. കാര്യം മനസ്സിലാവും? ലിക്വേഷൻ. സോ ലിക്വേഷൻ പറഞ്ഞു, ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിൽ ചെയ്യാന്ന് വേപ്പറൈസ് ചെയ്യുക. എങ്ങനെയാണ് വേപ്പറൈസ് ചെയ്യുന്നത്? ദിസ് ഇസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട് ഫോർ മെറ്റൽസ് വിച്ച് ആർ ഹാവിങ് ലോ ബോയിലിംഗ് പോയിന്റ്. ബോയിൽ ചെയ്തിട്ട് വേപ്പറായി പോകണം. For example, the metals like zinc, mercury, cadmium can easily boil and converted into vapors. It is usually carried out in a retort. When heated, it get converted into a vapors and the vapors can be condensed and get back the metals in the pure form. അങ്ങനെ കിട്ടി. കാര്യം മനസ്സിലായിണ്ടല്ലോ? ഇനിയാണ് തേർഡ് വൺ, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഇത് നമ്മൾ അസലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോളിസിസും
ഇതൊക്കെ ഇത് അപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. ഇതേ എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, ദ മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ അല്ലേ, കോപ്പറിൻ്റെയോ ഗോൾഡിൻ്റെയോ പ്യൂരിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചില എലിമെൻസിന് നമ്മൾ ഇലക്ട്രിസിറ്റീൻ്റെ ഇലക്ട്രോലൈറ്റിക് വഴി, ഇലക്ട്രോളിസിസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എവ്രിവൺ നോസ്, നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ആ ലെസൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ എന്താണെന്ന് യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ. നമ്മൾ ആദ്യം ഒരു ഇംപ്യൂർ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇംപ്യൂർ മെറ്റൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കോപ്പറിന് എനിക്ക് കിട്ടി, പ്രൊസീജിയറൊക്കെ കഴിഞ്ഞപ്പോൾ ഇറ്റ് ഇസ് എൻ ഇംപ്യൂർ. അതിൽ ഫുള്ളായിട്ട് പ്യൂർ കോപ്പർ ഒന്നുമില്ല, അതിൻ്റെ കൂടെ കുറേ ഇംപ്യൂരിറ്റീസ് ഉണ്ട്. സോ ഞാൻ കോപ്പറിനെ ആനോഡാക്കി, ഇലക്ട്രോളിസിസ് ആണ്, ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. എക്സാമിന് A+ വേണം, കോഡ് ഓർമ്മയുണ്ടാവും അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോലൈറ്റിക് സെൽ എക്സാമിന് A+. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവാണ്. അപ്പോൾ ആനോഡിൽ നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽ ആയിട്ടുള്ള അല്ലേ, ആനോഡിൽ നമ്മൾ ഇംപ്യൂർ കോപ്പറും കാത്തോഡിൽ എന്താ വെക്കുക, ഒരു പ്യൂർ കോപ്പറും വെക്കും, പ്യൂർ കോപ്പർ വെക്കും. ഇനി ഇത് നടക്കാൻ എന്ത് വേണം, വി നീഡ് ആൻ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് എന്താ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, എസിഡിഫൈഡ് ആണ്, അതിൽ കുറച്ച് H2SO4 എസിഡിഫൈ ചെയ്ത കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അതായത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ എന്താ നടക്കുക, നമുക്കറിയാം ആനോഡിൽ എപ്പോഴും എന്തേ നടക്കുള്ളൂ, ഓക്സിഡേഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു O പോലെയാണ് തോന്നുക, സ്മോൾ ലെറ്റർ A. സോ ആനോഡ് ഇസ് ദ പ്ലേസ് വെയർ ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്, കാത്തോഡ് ഇസ് ദ പ്ലേസ് വെയർ റിഡക്ഷൻ ടേക്ക് പ്ലേസ് അല്ലേ, റിഡക്ഷൻ നടക്കുക കാത്തോഡിലാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഇംപ്യൂർ കോപ്പർ ഉണ്ടല്ലോ, ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ ഓക്സിഡൈസ് ചെയ്യും, അതായത് ഇലക്ട്രോണിനെ ലോസ് ചെയ്യും. ആനോഡിൽ Cu gives, copper gives Cu2++ 2 ഇലക്ട്രോൺ. കോപ്പർ ഓക്സിഡൈസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണ സമയത്ത് ആനോഡ് എന്ത് ചെയ്യും, ആനോഡിലുള്ള ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിന് പ്യൂർ ആയിട്ട് കോപ്പർ എന്ത് ചെയ്യും, Cu2+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് പോകും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എന്തുണ്ടാവും നമുക്കറിയാം, Cu2+ഉം SO4 2- ആണ് ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ Cu2+ എന്ത് ചെയ്യും, ആ കോപ്പർ സൾഫേറ്റിൽ അത് പതുക്കെ നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോണായിട്ടുള്ള കാത്തോഡിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായി മാറും, കോപ്പറാക്കി മാറിയിട്ട് ആ പ്യൂർ കോപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഇവിടെയുള്ള എല്ലാ ഇംപ്യൂരിറ്റീസും ആ വെള്ളത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിൽ കോപ്പർ നമ്മുടെ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ ഇങ്ങനെ പതുക്കെ കോപ്പറായിട്ട് ഓക്സിഡൈസ് ചെയ്ത് കോപ്പർ സൾഫേറ്റിൽ പോകും, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മിക്സ് ആവുമല്ലോ. എന്നിട്ട് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ Cu2+ പതുക്കെ നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ അടുത്ത് പോകും, റിഡക്ഷൻ നടക്കും, ആ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ഫൈനലി വി ഗെറ്റ് ദി പ്യൂർ മെറ്റലിൻ്റെ മുകളിൽ എല്ലാ നല്ല കോപ്പർ മെറ്റലും ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിലുള്ള ഇംപ്യൂരിറ്റീസ് വിൽ ബി സെറ്റിൽ ഡൗൺ ഇൻ ദ സൊല്യൂഷൻ ആസ് ആനോഡ് മഡ്. അതൊരു മഡായിട്ട്, ഒരു താഴെ ഒരു ഡസ്റ്റായിട്ട് അവിടെ അങ്ങനെ സെറ്റിൽ ആവും ചെയ്യും. സോ ദിസ് ഇസ് ദി പ്രോസസ് ബൈ വിച്ച് വി ക്യാൻ ക്യാരി ഔട്ട് ദ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. അപ്പോൾ എന്താണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്? ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഇസ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ മെറ്റൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി. For example, if we want to make a we want to purify copper, what we are doing, we use impure copper as the anode, that is the positive electrode, and the pure copper as നമ്മളൊരു പ്യൂർ ആയിട്ടുള്ളൊരു കോപ്പർ പീസിൻ്റെ എടുത്തിട്ട് കാത്തോഡിൽ വെക്കും. എന്നിട്ട് വി വിൽ ബി യൂസിങ് ആൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ വേണമല്ലോ ഇലക്ട്രിസിറ്റി ക്യാരി ഔട്ട് ചെയ്യാൻ. എ സൊല്യൂഷൻ ഇൻ വിച്ച് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ഇസ് ടേക്കൺ. ഇനി അവിടെ എന്താ നടക്കാതെ, ഫ്രം ദി impure copper, the copper metal undergo oxidation and it forms Cu2++ 2 electron. എന്നിട്ട് എന്ത് പറ്റും, and this will get dissolved in the copper sulfate solution. From the copper sulfate solution എന്ന് പറയുന്നത് Cu2+ഉം SO4 2- അയോണുകളും കൂടിയതാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇത് എന്ത് പറ്റും, this will get slowly it move towards the negative electrode, that is the cathode. കാത്തോഡിൽ എന്താ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് ഓഫ് ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺ ഇത് പതുക്കെ കാത്തോഡിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ മെറ്റലാവും. കോപ്പർ മെറ്റൽ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, ആ പ്യൂർ മെറ്റലിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വി വിൽ ബി ഗെറ്റിംഗ് ദ പ്യൂർ മെറ്റൽ ആൻഡ് ദി ഇംപ്യൂരിറ്റീസ് വിൽ ബി സെറ്റിൽ ഡൗൺ ആസ് ആനോഡ് മഡ് എന്താ പറയുക. അവരെ താഴെ സെറ്റിൽ ചെയ്ത് നിൽക്കും, അവരെന്ത് പറയും, ആനോഡ് മഡ് എന്ന് പറയും. ദിസ് ഇസ് ദി മെത്തേഡ് ബൈ വിച്ച് വി ക്യാൻ ക്യാരി ഔട്ട് ദ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ക്ലിയർ?
അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നിങ്ങൾ ഇത്രയും വരെയുള്ള ടോപ്പിക്ക് നന്നായി പഠിക്കണം. കാരണം ഈ ഒരു സെക്ഷൻ നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇതുവരെ പറയില്ല. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഓരോ മെറ്റൽസിൻ്റെ റിഫൈനിങ്. അപ്പം അയോണിൻ്റെ റിഫൈനിങ് എന്നൊക്കെ പറഞ്ഞാൽ നന്നായി മനസ്സിലാക്കണം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ റിഫൈനിങ് ഓഫ് അയോൺ ആണ്, എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നവർ. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങൾ നന്നായി പഠിക്കുക. പിന്നെ എന്തൊക്കെയാണ് അടുത്തത്? ഇപ്പം നമുക്കറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആണ്. അതിൽ മെറ്റലർജി, അതായത് extraction of metal from its ore. It involves different techniques. First one is concentration of the ore. ഓർമ്മയുണ്ട് എന്താണ് കോൺസെൻട്രേഷൻ. സെക്കൻഡ് വൺ ഇന്ന് നമ്മൾ പറഞ്ഞത് കൺവേർഷൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓറിനെ കിട്ടി, ഇനി ഈ ഓറിനെ നമ്മൾ ഓക്സൈഡ് ഫോമിലേക്കാക്കി മാറ്റണം. ദാറ്റ്സ് കൺവേർഷൻ ഓഫ് ഓർ ഇൻ ടു ഓക്സൈഡ് ഫോം. ഇന്ന് രണ്ട് ടെക്നിക്സ് ഉണ്ട്. ഒന്നായിരുന്നു നമ്മൾ പറഞ്ഞ കാൽസിനേഷൻ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റോസ്റ്റിംഗ്. Calcination എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഓഫ് ദി കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി carried out for CC carbonates and hydroxides, the ores like carbonates and hydroxide. പിന്നെ അടുത്തത് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് മീൻസ് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുക റോസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഹീറ്റിംഗ് ഇൻ ദി പ്രസൻസ് ഓർ ഹീറ്റിംഗ് ദി കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദി പ്രസൻസ് ഓഫ് എക്സസ് ഓഫ് എയർ ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി carried out for സൾഫൈഡ് ഓർ. സൾഫൈഡ് ഓർസിനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പം ഓക്സൈഡ് കിട്ടി. ഇനി എന്താണ് ഓക്സൈഡ്? മെറ്റൽ ഓക്സൈഡ്സ് കിട്ടി. ഇനി ഓക്സിജൻ ഒഴിവാക്കണം. ദാറ്റ് ഈസ് ദി റിഡക്ഷൻ ഓഫ് ദി മെറ്റൽ ഓക്സൈഡ് ഇൻ ടു മെറ്റൽ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. റിഡക്ഷൻ യൂഷ്വലി ക്യാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർബൺ മോണോക്സൈഡ്. ചിലപ്പോൾ ഇലക്ട്രിസിറ്റി വെച്ചിട്ടും നമ്മൾ റിഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്. ആ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുക യൂഷ്വലി ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം പോലെയുള്ള മെറ്റൽസിനാണ്. ദെൻ കംസ് ദി റിഫൈനിങ് ഓഫ് മെറ്റൽ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മെറ്റൽ കിട്ടി, പക്ഷേ ആ മെറ്റൽ പ്യൂർ ഒന്നും ആയിരിക്കില്ല. ഇറ്റ് വിൽ കണ്ടെയ്ൻ ഇംപ്യൂരിറ്റീസ് ഓഫ് അതർ മെറ്റൽസ് ഓർ ഇറ്റ് മേ കണ്ടെയ്ൻ മെറ്റൽ ഓക്സൈഡ് ആസ് ഇംപ്യൂരിറ്റീസ് ഓർ ഇറ്റ് മേ കണ്ടെയ്ൻ നോൺ മെറ്റാലിക് ഇംപ്യൂരിറ്റീസ്. നോൺ മെറ്റൽ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് അവരുടെ. അപ്പം നമ്മൾ അതിനൊക്കെ ഒഴിവാക്കണം. ദറ്റ് ഈസ് റിമൂവൽ ഓഫ് ദീസ് ഇംപ്യൂരിറ്റീസ് ഫ്രം ദി മെറ്റൽ ഇൻ ഓർഡർ ടു ഗെറ്റ് പ്യുവർ മെറ്റൽ ഇസ് നോൺ ആസ് റിഫൈനിങ് ഓഫ് മെറ്റൽ. റിഫൈനിങ് ഓഫ് മെറ്റൽസ് പല, അതായത് ഇമ്പ്യൂരിറ്റീസിൻ്റെ നേച്ചറിനെയും മെറ്റലിൻ്റെ നേച്ചറിനെയും അനുസരിച്ചൊരു ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലിക്വേഷൻ. ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡാക്കി പോവുക. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ? മെറ്റൽ ഷുഡ് ഹാവ് എ ലോ ബോയിലിംഗ് മെൽറ്റിംഗ് പോയിന്റ്. പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് പോകുന്ന മെറ്റൽസ് ആണ്. ടിന്ന്, ലെഡ് പോലത്തെ മെറ്റൽസിനെയാണ് യൂഷ്വലി ഇത് ക്യാരി ഔട്ട് ചെയ്യുക. ഇറ്റ് ഈസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട് ഇൻ എൻ ഇൻക്ലൈൻഡ് സ്ലോപ്പിംഗ് സർഫസ്. യു ക്യാൻ സീ ദാറ്റ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ദ മെറ്റൽ ഗെറ്റ് ഈസിലി ലിക്വിഫൈഡ് ആൻഡ് ഇറ്റ് ഗെറ്റ് ഫ്ലോ. അതെന്ത് ചെയ്യും? അത് ഫ്ലോട്ട് ചെയ്ത് താഴേക്ക് പോരും ചെയ്യും. And distillation is carried out for the metal which are having low boiling point. അവർ പെട്ടെന്ന് വേപ്പറായി പോകണം. On heating they get vaporized and the vapors are collected and they are condensed to get the pure metal. അവരെ നമ്മൾ കണ്ടൻസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? പ്യൂർ മെറ്റൽ ആയിട്ട് കിട്ടും. എക്സാമ്പിൾ സിങ്ക്, മെർക്കുറി, കാഡ്മിയം. And the last one is electrolytic refining. Electrolytic refining is the method of refining the metal with the help of electricity. For that, for example, we are using a copper. Copper-നെയാണ് യൂഷ്വലി impure metal എപ്പോഴും ആനോഡും പ്യൂർ മെറ്റലിനെ കാത്തോഡും ആക്കും. And the corresponding solution is taken as the electrolyte. For example, copper ആണ് കൺസിഡർ ചെയ്യുന്നത്. impure copper-നെ നമ്മൾ ആനോഡ് ആക്കിയിട്ടും പ്യൂർ കോപ്പറിനെ കാത്തോഡ് ആക്കിയിട്ടും ഇലക്ട്രോലൈറ്റ് ആയിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ acidified with sulfuric acid ചെയ്യാണ്. ആനോഡിൽ ഓക്സിഡേഷൻ നടന്നു. ദാറ്റ് ഈസ് the copper undergo oxidation and it converted into Cu2 plus 2 electron. This will dissolve with the copper sulfate solution. The Cu2 plus from the copper sulfate solution move towards the cathode and it undergo reduction to form the pure copper metal. The impurities will settle down as anode mud in that ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ആ ഒരു സെറ്റപ്പിൻ്റെ ഉള്ളിൽ മഡായിട്ട് അതായത് ഇമ്പ്യൂരിറ്റീസ് സെറ്റിൽ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ. കാര്യം മനസ്സിലായല്ലോ? അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളത് എടുക്കുന്നതായിരിക്കും. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ. നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിൽ ക്ലിയർ ആകുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക്